റഷ്യയുമായി ഇന്ത്യയുടെ നല്ല ബന്ധം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതെങ്ങനെയും തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ദീർഘകാലമായിട്ടുള്ള ട്രംപിന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അതിനായി ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്നാണ്. ആ ഒരു ഉറപ്പ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് മേൽ അധിക 50% തീരുവ ട്രംപ് ഏർപ്പെടുത്തിയത്. തീരുവ പിൻവലിച്ചു. അതിന് പകരമായി റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമെന്നും ട്രംപ് പറഞ്ഞു. അതിൽ കുറച്ചൊക്കെ ട്രംപ് വിജയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുകയാണോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ താരിഫ് നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കി. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുകയാണോ? ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള നടപടികളുമായി ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണയ്ക്ക് ഏപ്രിൽ മാസ ഓർഡർ നൽകുന്നത് മരവിപ്പിച്ചുവെന്നാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യൻ കമ്പനിക്ക് ഓഹരിയുള്ള നയാരയും ഏപ്രിലിൽ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിലേക്ക് നൽകിയിട്ടുള്ള ഓർഡറും മുൻ മാസങ്ങളിലേക്കാൾ ഏറെ കുറവാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% വരെ ഇന്ത്യയിൽ നിന്നായിരുന്നു. ഡിസംബറോടെ ഇത് 25% താഴെയായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തി. റഷ്യൻ കമ്പനിയായ റോസ്നെഫിറ്റിന് 49% ഓഹരിയുള്ള നയാര പ്രതിദിനം 4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. നയാരയും ഏപ്രിൽ മാസ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിൽ ഇന്ത്യൻ കമ്പനികൾ പ്രതിദിനം 6 ലക്ഷം ബാരൽ എണ്ണ മാത്രമാകും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കൊണ്ടുവന്നിരുന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% അധിക തീരുവ കഴിഞ്ഞ ദിവസമാണ് US വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ നേരിട്ടോ പരോക്ഷമായോ വാങ്ങില്ലെന്ന ഉറപ്പു നൽകിയെന്ന് കാട്ടിയാണ് US അധിക തീരുവ വെട്ടിക്കുറച്ചത്. ഇന്ത്യ അമേരിക്ക കരാർ പ്രകാരം $50,000 കോടി ഏകദേശം 45.28 ലക്ഷം കോടിയുടെ ഉൽപ്പന്നങ്ങൾ US-ൽ നിന്ന് ഇന്ത്യ വാങ്ങുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവന. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് ഇന്ത്യ കീഴടങ്ങിയോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. ഇതിനൊപ്പം തന്നെ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ലെന്നും പാർലമെന്റിൽ വിശദീകരിക്കണമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു.